ബാച്ചിലർ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഒരു എപ്പിസോഡ് കൂടി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു പിസ്സയാണ്. പിസ്സ എല്ലാവർക്കും വളരെ ക്രേസുള്ള ഒരു ഭക്ഷണമാണ്. പക്ഷേ പിസ്സ ഹോട്ടലിൽ നിന്നല്ലാതെ വീട്ടിൽ നിന്നും കഴിക്കുക എന്നത് അത് പ്രത്യേകിച്ചും ബാച്ചിലർമാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നാം കരുതിയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിലൂടെ വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായ അത്രയും ആരോഗ്യകരമായ ഒരു പിസ്സയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം എന്ന് പറഞ്ഞുതരാം. പ്രധാനമായും പിസ്സയുടെ ഐറ്റം എന്ന് പറയുന്നത് മൈദയാണ്. ഞാനിപ്പോൾ ഒരു ലാർജ് പിസ്സ ഉണ്ടാക്കുവാനുള്ള ക്വാണ്ടിറ്റിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് മൈദ, അതിൻ്റെ കൂടെ 1 കോഴിമുട്ട, കുറച്ച് ഉപ്പ്, കുറച്ച് സോഡാക്കാൽ എന്നിവ ചേർത്ത് ആദ്യം നമുക്ക് മാവ് തയ്യാറാക്കണം. മൈദാപ്പൊടി, ഇതിലേക്ക് 1 നുള്ള് സോഡ ബൈകാർബണേറ്റ്, അതിനുശേഷം 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് അതിൽ മുട്ട കൂടി ചേർത്തുകൊണ്ട് നമുക്ക് മാവ് ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പിലേക്ക് കൊണ്ടുവരാം. 1 മുട്ടയും 1/4 ഗ്ലാസോളം വെള്ളവുമാണ് ആദ്യമായി മാവ് ഉണ്ടാക്കുവാൻ വേണ്ടി ആവശ്യമുള്ളത്. മാവ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാവ് കൂടുതൽ വെള്ളമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുന്നതും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. കൂടുതൽ വെള്ളമായി പോകാതിരിക്കുക, എന്നാൽ കൂടുതൽ കട്ടിയില്ലാത്ത രീതിയിൽ. നമുക്കത് മനസ്സിലാക്കാവുന്നത് 1 കപ്പ് മൈദപ്പൊടിക്ക് 3/4 കപ്പ് വെള്ളം എന്ന രീതിയിൽ കണക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഈ രൂപത്തിലായി കിട്ടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മാവ് ഒരു അരമണിക്കൂർ സമയത്തേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം പിസ്സയ്ക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ തയ്യാറാക്കി വെക്കുക. പ്രധാനമായും ക്യാരറ്റ്, ക്യാപ്സിക്കം, 1/2 കഷ്ണം തക്കാളി, 1/2 കഷ്ണം ഉള്ളി. അതോടൊപ്പം നമുക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. ഇതും പിസ്സയുടെ വളരെ പ്രധാനപ്പെട്ട ഐറ്റമാണ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കാം. പക്ഷേ രുചിക്ക് വ്യത്യാസം ഉണ്ടാകാൻ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിനെ ചിക്കൻ പിസ്സയാക്കിയും മാറ്റിയെടുക്കാം. ഒരു ചെറിയ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇത്തിരി മസാല രീതിയിൽ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ചിക്കൻ പിസ്സ കൂടിയാക്കി രുചിക്കാവുന്നതാണ്. പിസ്സയുടെ തുടക്കത്തിൽ നമ്മൾ ചെറിയൊരു ഫ്രൈ പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഫ്രൈ പാൻ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കഴിയുന്നതും നല്ല വൃത്താകൃതിയിലേക്ക് എടുക്കുക. കാരണം നമ്മുടെ പിസ്സ എപ്പോഴും വൃത്താകൃതിയിലാണ് ലഭിക്കാറുള്ളത്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന മാവ് ഒരു 5 മിനിറ്റേക്ക് മൂടി വെക്കുക. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പിസ്സയുടെ ബേസ് ശരിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ ടൊമാറ്റോ പേസ്റ്റിൻ്റെ പാക്കറ്റുകൾ ലഭിക്കാറുണ്ട്. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിനെ ഒന്ന് പിസ്സയുടെ ബേസിലേക്ക് പൂർണ്ണമായും തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബേസിലേക്ക് നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതുപോലെ വിതറിക്കൊടുക്കുക. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ഇതിലേക്കുള്ള സാധനങ്ങൾ മുറിച്ച് തയ്യാറാക്കേണ്ടത്. ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റുകൾ ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ കൂടെ പിസ്സയുടെ വളരെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് ഈ മൊസറല്ല ചീസ്. മൊസറല്ല ചീസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് ലഭിക്കാറുള്ളത്. അതിനെ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക. നമ്മുടെ എരിവ് വേണ്ട രീതിയിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. അതും നിങ്ങളുടെ
ആവശ്യത്തിനും രുചിക്കും അനുസരിച്ചായിരിക്കും കുരുമുളക് പൊടി ചേർക്കേണ്ടത്. കുരുമുളക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഇതൊരു വെജിറ്റബിൾ പിസ്സയാണ്. നിങ്ങൾക്കതിനെ ചിക്കൻ പിസ്സയാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവസാനം ഫ്രൈ ചെയ്ത മസാല ചിക്കനെ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തിട്ട് അതിനെ ഒരു 5 നിമിഷത്തേക്ക് മൂടി വെക്കുക. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പിസ്സ റെഡിയായിരിക്കുകയാണ്. അത് നമുക്കതിൽ നിന്നും മാറ്റി പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പീസുകളാക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് ദിവസത്തെ അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് കുവൈത്തിലെ യുവ ബിസിനസ്മാൻ മിസ്റ്റർ കുത്തുബുദ്ദീൻ. അദ്ദേഹത്തെ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കുത്തുബുദ്ദീൻ, ഞങ്ങൾ ഇന്ന് ബാച്ചിലേഴ്സ് കിച്ചണിൽ ഉണ്ടാക്കിയ ഒരു വിഭവമാണ് പിസ്സ. ബാച്ചിലർമാർക്ക് പിസ്സ വളരെ ക്രേസ് ആണെങ്കിലും വീട്ടിലുണ്ടാക്കി കഴിക്കുക എന്നത് അവരെ സംബന്ധിച്ചോളം അസാധ്യമെന്ന് കരുതുന്നതാണ്. എന്നാൽ ഓവൻ പോലും ഇല്ലാതെ നമ്മുടെ സാധാ വസ്തുക്കൾ ഉപയോഗിച്ച് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കിയെടുത്ത പിസ്സയാണിത്. ഒന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. മാഷാഅല്ലാ, നല്ല രുചിയുള്ള പിസ്സയാണ്. സന്തോഷം. അപ്പോൾ ഇതാണ്, നമുക്ക് ബാച്ചിലേഴ്സിനും ഏത് വിഭവങ്ങളും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതികളുണ്ട്. അതിനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് രുചിക്കാവുന്നതാണ്. മറ്റൊരു എപ്പിസോഡിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.